ഞാനും തന്നെ വയനാട് വന്നിട്ട് തേയിലത്തോട്ടം കണ്ടിട്ടില്ല, തേയിലത്തോട്ടം കണ്ടിട്ടില്ലേ. റോഡ് കൂടെയാണ് ഈ വെള്ളട്ടാ. ഇത് റോഡല്ലപ്പോ, പുഴയാണ് പുഴ. അമ്മോ, ഓ ഓന്റെ മക്കളെ, നല്ല മഴ. ഹായ് 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 ചെങ്ങന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഈ ഓട്ടോ എടുത്തിട്ട് വലിയൊരു ട്രിപ്പ് പോകുന്നത് ഇതാദ്യമായിട്ടാണ്. വലിയ ട്രിപ്പ് പറയുമ്പോഴേക്ക് ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന ട്രിപ്പാണ് ഏറ്റവും വലിയൊരു ട്രിപ്പ്. അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് ഇവിടുന്ന് നേരെ സുൽത്താൻ ബത്തേരി നേരെ തിരൂരിൽ നിന്ന് വണ്ടൂർ. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴേക്കും ഒരു 350 കിലോമീറ്ററോളം വരും. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് മുഴുവനായിട്ടും ഈ ഒരു ട്രിപ്പിൽ കൂടി കലങ്ങും എന്നുള്ളതാണ്. എന്തൊക്കെയായാലും ഇപ്പോൾ രാവിലെ സമയം 7:10 ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. 7:10 ഇത്രയും ലേറ്റായിട്ട് ഇറങ്ങാൻ ലേറ്റല്ല, നമ്മൾക്ക് അവിടെ ഒരു 1 മണി ആ നേരമാകുമ്പോഴേക്ക് എത്തിയാൽ മതി, അല്ലെങ്കിൽ 12 മണി ആ നേരമാകുമ്പോഴേക്ക് എത്തിയാൽ മതി. പിന്നെ ഒറ്റക്കാണ്, വേറെ ആരുമില്ല, ആരുമില്ല എന്നുള്ളത് നമുക്ക് പണ്ടേ വിഷയമില്ലാത്ത കേസാണ്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്കൊന്നും കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരും ഇല്ല എന്ന് പറയാം. അവിടെ നിന്ന് ഇങ്ങോട്ടേക്കൊരു സാധനം കൊണ്ടുവരാൻ മാത്രമാണുള്ളത്. അത് ഇങ്ങോട്ടേക്കല്ല, അതുകൊണ്ട് തന്നെ തിരൂരിലേക്കാണ്. പിന്നെ തിരൂരിൽ നിന്ന് തന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് ഒറ്റക്കാണ് പോരാനുള്ളത്. എന്തൊക്കെയാലും പോകുന്ന വഴിയുള്ള കാഴ്ചകൾ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് അങ്ങനെ അടിച്ചു പൊളിച്ച് അങ്ങനെ പോവാം. ഇവിടെ നിന്ന് 111 കിലോമീറ്ററാണ് ഗൂഗിൾ മാപ്പിൽ സുൽത്താൻ ബത്തേരിയിലേക്ക് കാണിക്കുന്നത്. പക്ഷേ നമ്മളുടെ വണ്ടി ആദ്യമായിട്ടാണ് താമരശ്ശേരി ചുരം കയറാൻ വേണ്ടി പോകുന്നത്. കിലോമീറ്റർ നമ്മൾ നോട്ട് ചെയ്യണം. 9964 ആണല്ലേ, 3996. നമ്മൾ ഓട്ടോ സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളതാ പോവുകയാണ്. വണ്ടൂർ ടൗണിലാണുള്ളത്. വണ്ടൂർ ടൗണിൽ നിന്ന് നമ്മൾ കൃത്യം 7:20 ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. 7:15 കേട്ടോ. 7:20 ഞാൻ കൃത്യം ഇറങ്ങിയിട്ടുണ്ട്. ഇത് കോഴിക്കോട്ടിലേക്ക് പോകുന്ന ബസ്സാണ്. ഇപ്പോൾ ഈ ഒരു നേരം ആയതുകൊണ്ട് ബസ്സുകൾ സ്റ്റാൻഡിൽ കയറാറില്ല. നമ്മൾ ഗൂഗിൾ മാപ്പിൽ നമ്മളൊരു സ്ഥലത്തേക്ക് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നോക്കി, ഒരു 100 കിലോമീറ്റർ ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. പക്ഷേ നമ്മളവിടെ എത്തുമ്പോഴേക്ക് നമ്മൾക്ക് അത് 100-ലേറെ കിലോമീറ്റർ നമ്മൾ ഓടിയിട്ടുണ്ടാവും. അത് എന്തുകൊണ്ട് അങ്ങനെ വരുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് അത്തരത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ട് പലവട്ടം. കറക്റ്റ് കിലോമീറ്റർ ആയിരിക്കില്ല. ഇന്നത്തെ ഈ ഒരു ട്രിപ്പിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഈ ഒരു ട്രിപ്പ് ഞാൻ ലാസ്റ്റിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇത് ഏറെ ഓട്ടോറിക്ഷക്കാർക്ക് ഏറെ കൺഫ്യൂഷനുള്ള ട്രിപ്പുകളാണ് ഇത്തരത്തിലുള്ള ട്രിപ്പുകൾ. അപ്പോൾ ഇതിനെങ്ങനെയാണ് വാടക കണക്കാക്കുക, ഇതിനെങ്ങനെയാണ് വാടക കൂട്ടുക എന്നുള്ളത് ഭയങ്കരമായിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. പക്ഷെ അത്ര വലിയ പ്രശ്നമുള്ള കേസൊന്നല്ല. പക്ഷെ ആളുകൾക്ക് അറിയില്ല. ഡ്രൈവർമാർ ചിന്തിക്കുന്നത് എങ്ങനെ ഇത് കൂട്ടുക, യാത്രക്കാർക്ക് നഷ്ടം പാടില്ല, നമ്മൾക്ക് നഷ്ടം പാടില്ല, അങ്ങനെ എങ്ങനെ ഇത് കൂട്ടാം എന്നുള്ളതാണ്. അതും ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ പറയേണ്ടതാണ്. HPയിലേക്ക് കയറാം. നമുക്ക് ഇവിടെ തിരക്കായ ഞാൻ സ്കിപ്പ് ചെയ്ത് പോവാണ്. വേറെ ഒന്നല്ല, അവരിങ്ങനെ കാർഡ് കാര്യം ജീപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ലേറ്റ് ആവും. നമ്മൾ എൻജിൻ ഓയിൽ, പെട്രോൾ, നമുക്ക് ഇവിടുന്ന് എന്തോ ചെറിയൊരു ലോക്കൽ ഉണ്ട് കേട്ടോ. അത് ഈ കാർത്ത ഒരാള്, ലോക്കലല്ല മടക്കേ കയറാം, കാർത്ത ആളെ കൊണ്ട് ഇടവണ്ണക്ക് പോകേണ്ടി വരും തോന്നിട്ട്. നമ്മുടെ യാത്രക്കാരട്ടോ. അങ്ങനെയും 300 രൂപ എണ്ണ അടിച്ച് നമ്മളെ യാത്ര ആരംഭിച്ചിട്ടുണ്ട്. 10 രൂപ. ശരി, മടക്കം 10. നമ്മളുടെ കൈനീട്ടം കിട്ടിയിട്ടുണ്ട്. ഞാനങ്ങനെ എടവണ്ണ എത്തിയിട്ടുണ്ട് കേട്ടോ. എടവണ്ണ ഇപ്പോൾ സമയം 7:45 ചെങ്ങന്മാരപ്പം ഞാൻ അരീക്കോട് എത്തിയിട്ടാ. അരീക്കോട് കഴിഞ്ഞ് അങ്ങനെ പോവുകയാണ്. ഇവിടെ ഞാൻ ചാലിയാറിന്റെ മേലേക്കൂടെ ഒന്ന് പോവാണ്. മുക്കം താമരശ്ശേരിയൊക്കെ നേരെ ആണ് ചാലിയാറിന്റെ മുകളിലൂടെ പോകുന്ന കാഴ്ച. ആഹാ, കൊള്ളാല്ലേ ചാലിയാർ എങ്ങനെയുണ്ട്. പിന്നെ ഞാൻ ചായ ഒന്നും കുടിച്ചില്ല, ചായ കുടിക്കണം. നമ്മൾക്ക് എവിടുന്നേലൊക്കെ കുറച്ച് കഴിയട്ടെ. ഇപ്പൊ തന്നെ അല്ല, നമ്മുടെ വണ്ടിക്ക് എന്തായാലും നമുക്ക് റെസ്റ്റ് കൊടുക്കണമല്ലോ. ഈ 100 കിലോമീറ്റർ നമുക്ക് അങ്ങനെ പുറത്തോട്ട് പോകാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് വണ്ടിക്ക് റെസ്റ്റ് കൊടുക്കണം. വണ്ടിക്ക് റെസ്റ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ ചായ കൂടി ആക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. 300 രൂപയ്ക്ക് എണ്ണ അടിക്കാനുള്ള കാരണം, ഞാൻ ഇന്നലെ രാത്രി നമ്മൾ 200 രൂപയ്ക്ക് എണ്ണ അടിച്ചതാണ്. അതിപ്പോൾ 300 രൂപയ്ക്ക് അടിച്ചു. 500 രൂപയുടെ എണ്ണ ഇപ്പോൾ വണ്ടിയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിലിപ്പോൾ ഇന്നലെ ഞാൻ ഒരു 12 കിലോമീറ്ററിന്റെ ഒരു ട്രിപ്പും കൂടി, ലാസ്റ്റ് ട്രിപ്പ് നമ്മൾ പോയത് ഫുള്ളാക്കാൻ വെച്ചത് വേറെ ഒന്നല്ല. കാലി ടാങ്ക് ആണെങ്കിൽ അവർക്ക് ഐഡിയ കിട്ടും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്.
നമ്മുടെ ടാങ്കിൽ അര ടാങ്കിന്റെ അടുത്തേക്ക് എണ്ണ ഉണ്ടാവുമ്പോഴേക്ക് പുറത്തേക്ക് കളയും ഇവര്. അത് ഇനിയിപ്പോ ഇവരാരെ പറഞ്ഞിട്ടും കാര്യമില്ല, നമുക്ക് അതിക്ക് നോക്കിയാൽ കാണൂല ടാങ്കിന്റെ ഉള്ളിലേക്ക്. മെയിനുള്ള വിഷയം അതാണ്. താമരശ്ശേരി 22, മുക്കം 7, കോഴിക്കോട് 29. നമുക്ക് താമരശ്ശേരി അല്ലേ. പിന്നെ പറയാൻ വേണ്ടി മറന്നു, ഇത് സ്റ്റേറ്റ് ഹൈവേ 34 ആഹാ, നീണ്ടും നിവർന്ന് കിടക്കുമല്ലേ റോഡ് അങ്ങോട്ട്. സ്റ്റേറ്റ് ഹൈവേ 34 ഞാൻ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ ശ്രദ്ധിക്കാം, ഒരു യാത്ര സത്യം ഒരു യാത്ര പോകുന്നത് പോലെ തോന്നും. കേരള കിച്ചൺ ഇവിടെ നിന്ന് കയറിയാലോ, ചായ അടിച്ചാലോ? നമ്മുടെ കേരള കിച്ചൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാൻ. ഞാൻ 2 പൊറോട്ട, ഒരു ഹാഫ് ബീഫ്, ഒരു ചായ. പൊറോട്ട ആയിക്കോട്ടെ, അതല്ലേ നമുക്ക് ഒരുപാട് നേരം പിടിച്ചേക്കാളാണ്. പൊറോട്ട കൊള്ളാം, അടിപൊളി. പിന്നെ ബീഫ് ഓൾഡാണ്, നല്ല ഓൾഡ് ബീഫ്. അതിലേക്ക് മുട്ടൻ്റെ ഗ്രേവി. ഇത് ടേസ്റ്റാട്ടാ, ഓൾഡ് ബീഫ് വെച്ചാല് റീവിന്. ഭക്ഷണം കഴിച്ചു. ഇപ്പൊ നമ്മൾ യാത്ര തിരിച്ചിട്ട് ഇപ്പൊ സമയം 8:45 8:45 എന്ന് പറയുമ്പോഴേക്ക് 7:15 ഇറങ്ങി. 8:15 കൃത്യമായിട്ട് നമ്മൾ വണ്ടി സൈഡാക്കിയിട്ട് നമ്മൾ 1 മണിക്കൂറായിട്ട് വണ്ടി സൈഡാക്കി ചായ കുടിച്ച് നമ്മുടെ വീണ്ടും നമ്മുടെ റൈഡ് ആരംഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് എത്ര കിലോമീറ്റർ അറിയാം? 77 കിലോമീറ്റർ ഇനി നമ്മൾക്ക് പോകാനുണ്ട്. 77 കിലോമീറ്ററിൽ നമ്മൾക്ക് ചുരമുണ്ട്. ഈ പോണമാതിരി പോവാണെങ്കിൽ 10:45 അവിടെ എത്തുമെന്ന് കാണിക്കുന്നുണ്ട്. 10:45 എത്തുണ്ടാവില്ല. എത്തുകയാണെങ്കിൽ എത്തട്ടെ, പക്ഷേങ്കിൽ നമ്മൾ നോൺ സ്റ്റോപ്പ് റണ്ണിങ് ആവില്ല. നമ്മളെവിടെയൊക്കെ നിർത്തി കുടിച്ച് ഒക്കെയാണ് പോവുക. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മുക്കത്താണ്. മുക്കത്തൊന്നും വലിയ തിരക്ക് കാര്യങ്ങളൊന്നും കാണാനല്ല. സമയം 9 മണി ആവണല്ലേ ഉള്ളൂ. ഇവിടുന്ന് നമ്മൾ റൈറ്റാണ് പോകേണ്ടത് അല്ലേ? സ്ട്രൈറ്റ് അല്ലല്ലോ, സ്ട്രൈറ്റ് ആവില്ല, റൈറ്റാണ്. ഓക്കെ, ഏതിലേക്ക് വഴി പോകണമെന്ന് അറിയണല്ലേ. പിന്നെ ഗൂഗിൾ മാപ്പ് ഓണാണ്. ഞാൻ പരമാവധി നോക്കാതെ പോയാലേ നമുക്ക് വഴികൾ ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇതിൽ നോക്കി പഠിക്കാം. ആക്കണേ ആനക്കാംപോയിൽ, കൈതപ്പൊയിൽ, കൽപ്പറ്റ 51 കിലോമീറ്റർ. ഇപ്പോൾ നമ്മൾ ഏതോ റിവറിന്റെ മേലെ കൂടിയാണല്ലോ പോണത്. ഏതോ റിവർ ആവോ? ഇതാണ് ഇരുവഴിഞ്ഞി അറബിക്കടലിലേക്ക്. ഞാനിപ്പോ തിരുവമ്പാടി. അപ്പോ ഇവിടൊക്കെ റോഡ് എന്താ പറയാ, കാലി തന്നെയാണ്. അപ്പൊ ഒരു ബസ് പിന്നെ പാസ് ചെയ്ത് ഇങ്ങനെ പോയി. ബസ് നിർത്തിയ ആളെ കയറ്റി ഞാനിങ്ങനെ പോരാ. അപ്പൊ ബസ് ഡ്രൈവർ കൈ കാട്ടി. അത് ഇന്നെയാണാവോ, ഇനി വേറെ എന്തെങ്കിലും സിഗ്നലാണോ എന്താണോ എനിക്കൊന്നും മനസ്സിലായില്ല. ഏതായാലും ബസ്സുകാരൻ നമ്മളുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ആണോ? ഇരുവഴിഞ്ഞിയുടെ കരയിൽ വീണ്ടും ഇരുവഴിഞ്ഞിയെ ഞാൻ മുറിച്ച് കിടക്കുകയാണ്. ഇവിടെയൊക്കെ എന്താ ക്ലൗഡ് മുടി കെട്ടി കിടക്കുന്നു. ഇരുവഴിഞ്ഞിലും വെള്ളമില്ലട്ടോ തീരെ. പല ഡ്രസ് ഉണ്ടല്ലേ കാണാം, കളർ പെയിന്റ് ഒക്കെ അടിച്ചിട്ട്. 2 സൈഡ് ഒരു കാട് ആംബിയൻസ് ഉള്ള ഒരു ഏരിയ. റബ്ബറൊക്കെയാണ്. അതുപോലെ തന്നെ വളരെ വിജനമായി കിടക്കണം മലനിരകളൊക്കെ അങ്ങോട്ടേക്ക് നോക്കിയാൽ കാണാം. സൈഡ് കൂടെ പൈനാപ്പിൾ കൃഷി. സ്മെല്ലടിക്കണ്ട്. അതൊന്നും സാധനം ഉണ്ട്, വെറുതെ അല്ല സ്മെല്ലടിക്കണേ. പൈനാപ്പിൾ സ്മെല്ല്. മോനെ സ്മെല്ല. തുഷാരഗിരിക്ക് ലെഫ്റ്റ്, റൈറ്റ് പോവാ. കക്കാടംപോയില് റൈറ്റ് പോവാം. പക്ഷെ നമ്മള് ലെഫ്റ്റ് ആണ് പോകേണ്ടത്. നമ്മള് ലെഫ്റ്റ്. വണ്ടികളൊന്നും ഇല്ലല്ലോ, ഉറപ്പ് വരുത്താം. ആണല്ലേ കോടഞ്ചേരി എറണാകുളം ഉണ്ടാ. കോടഞ്ചേരി ടൗണിന്റെ മധ്യഭാഗത്ത് തന്നെ ഇത്തരത്തിലൊരു വിശാലമായൊരു ഗ്രൗണ്ടോ. ഇത് കൈതപ്പൊയിൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഞാൻ ഗൂഗിൾ മാപ്പ് ഒക്കെയല്ല പോണത്, അതുകൊണ്ട് എനിക്ക് താമരശ്ശേരി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ തിരിയേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ എന്താ പറയുക, താമരശ്ശേരി കോഴിക്കോടൊക്കെയാണ്. ഇവിടുന്ന് റൈറ്റ് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ നമ്മൾ കൽപ്പറ്റ. അങ്ങനെയാണ് പരിപാടി. NH 766 ആട്ടാ, 766. ഓ മൈ ഗോഡ്, നമ്മളങ്ങനെ അടിവാരം എത്തിയിരിക്കുകയാണ്.
അടിവാരെത്തിയിടോ നമ്മള് ഭയങ്കര നമ്മൾ മറ്റേ പ്രൈവറ്റ് വണ്ടിന്റെ എന്താ പറയാ അതിൽ നമ്മൾ പോകുന്നത് കണക്കാക്കിയിട്ടാണ് ഞാൻ ഇതിന് സമയട്ടത്. അതിൽ ഞാൻ 30, 32, 35 ഇതൊക്കെയാണ് എന്റെ ഏറ്റവും വലിയ സ്പീഡ്. ഇതിന് 40, 45 ആയിപ്പ് വരെ പോകും. അതിനോട് പോകാൻ പറ്റും. ഈ വണ്ടിയല്ലേ, നമുക്ക് ബ്രേക്ക് വിശ്വാസമാണ്, എല്ലാം വിശ്വാസമാണ്. ആഹാ ലുക്ക്. ഞാൻ കയറി തുടങ്ങിയടാ സ്റ്റാർട്ടിങ് പോയിന്റ്. അങ്ങനെ നമ്മൾ താമരശ്ശേരി വലിയ വലിയ ടീംസ് ഒക്കെ ഉള്ള ചുരത്തും കൂടെ കേട്ടോ നമ്മൾ ഈ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഈ ചുരം കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് തീരെ നേരം വരെ. അതിന്റെ ടോപ്പ് ഗിയറിലാണ് 5ാം ഗിയറിലാണ്. ആഹാ എന്താ ഭംഗിയില്ലേ. ഇതൊക്കെ മറ്റേ പയറാണ്. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോന്നല്ലോ, ഈ തോട്ടപ്പയർ എന്ന് പറഞ്ഞിട്ടുള്ള ആ പയറാണത്. ആദ്യമായിട്ടാണ് ഓട്ടോറിക്ഷ കൊണ്ട് ഞാൻ ഇതിൽ ഇത് കയറുന്നത്. നമ്മൾ ബൈക്കിനും പിന്നെ കാറിനൊക്കെ ധാരാളം വട്ടം വന്നിക്കുന്നല്ലാതെ ഓട്ടോറിക്ഷ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ. ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെ പ്രൈവറ്റ് ഓട്ടോറിക്ഷ കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ചടി കയറി പോന്നപ്പോളേ കാടിനകത്ത് കയറിയ ഒരു ആംബിയൻസ് ഉണ്ടല്ലോ, പൊള്ളി. മുന്നിൽ ആന വണ്ടി, വേറെ പോയിട്ട് അതും തന്നെ സുൽത്താൻ ബത്തേരിക്കുള്ള വണ്ടിയാണ്. ചുരത്തിൽ വലിയ തിരക്കൊന്നും ഇപ്പം അല്ല കേട്ടോ. ഞാനിപ്പോൾ ഈ പോരുന്ന വരെ നമുക്ക് തിരക്കൊന്നും വല്ലാതെ അനുഭവപ്പെട്ടിട്ടില്ല. പിന്നെ ഇതുപോലത്തെ വലിയ വണ്ടികളുടെ ബാക്കിൽ ഇങ്ങനെ 4-5 വണ്ടികൾ കൂടുമ്പോൾ ഉള്ള ഒരു തിരക്കാണ് കാര്യമായിട്ടുള്ളത്. ഇപ്പൊ ആ ഭാഗത്തേക്കൊക്കെ നമുക്ക് വലിയ വലിയ മലനിരകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ തണുപ്പൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. എയർപിൻ വളവാണ്, എയർപിൻ ഫസ്റ്റ് എയർപിൻ ആണ് കേട്ടോ. KSRTC. അവിടെ വേറെ ഏതെങ്കിലും വണ്ടികളൊക്കെ വരുമോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. ഞാനെന്തായാലും മാക്സിമം വൈഡാക്കിയിട്ട് കുമ്പിട്ടും ചാടിക്കാതെ ഞാൻ എടുക്കുന്നത്. കൊള്ളാം. ഉഷാറായിട്ട് തിരിഞ്ഞു പോകുന്നുണ്ട്. തിരിഞ്ഞങ്ങനെ വരും എല്ലാവരും കയറിപ്പോ. വ്യൂ ഒക്കെ മാറി, കാലാവസ്ഥയിൽ നല്ല മാറ്റമുണ്ട്. പുറത്തേക്ക് ചൂടുണ്ട്, പക്ഷെ തണുത്ത കാറ്റാണ്. ഫ്രണ്ടിലായിട്ട് ഒരു ലോറി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ബ്ലോക്കാണ് ഇത് കാണുന്നത്. ഒരു വലിയൊരു സാധനം 12 കിലോ ഉണ്ട്. 12 കിലോ ആണ്. പോയി ആ KSRTC കൂടി ഉണ്ടായപ്പോഴേ ആ KSRTC അവിടെ അങ്ങനെ താളം തുള്ളി നിൽക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് ഡേഞ്ചർ ഏരിയയാണ്. ആഹാ ബ്ലോക്കല്ലേ കാണുന്നത്. ഇപ്പൊ കുറെ നേരമായിട്ട് നമ്മള് പൊക്കൊണ്ടിരിക്കുക തന്നെയാണ്. നമ്മളെ വണ്ടി പോലും ഒന്നും നിർത്തിയിട്ടില്ല, എവിടെ നിർത്തിയില്ല. ഞാൻ ഇത് മുഴുവനാക്കാന്ന് കരുതിയാണ്. എന്നിട്ട് നിർത്താം. കാരണം നമുക്ക് അത്ര വലിയ ടൈറ്റ് ആയിട്ട് തോന്നണില്ല. നമ്മുടെ വണ്ടിയായിട്ട് കയറുമ്പോഴേ അത്ര വലിയ ടൈറ്റ് ആയിട്ട് തോന്നുന്നില്ല. പിന്നെ ഏതായാലും കുഴപ്പമില്ല, നമുക്ക് അങ്ങനെ പോവാം. ഒരു 4ത്തിലൊക്കെ നമുക്ക് എന്തായാലും കയറി പോകാൻ വേണ്ടി പറ്റും. ഇപ്പൊ തന്നെ നമ്മൾ 3ഡിലാണ് പോകുന്നത്. ഇതിപ്പോ ഈ ഒരു ബ്ലോക്ക് ഇങ്ങനെ ഉണ്ടായതുകൊണ്ട് പോവാണ് കയറിയിട്ട്. വെൽക്കം ടു വയനാട്. മോനെ വെൽക്കം ടു വയനാട് കയറിയിട്ട് ഞാൻ. അപ്പൊ നമ്മളങ്ങനെ ചുരം പൂർണ്ണമായിട്ടും ഇറങ്ങിയിട്ടുണ്ട്, കയറിയിട്ടുണ്ട്. ഇനി നമ്മളുടെ പരിപാടി നമ്മുടെ സാധനമൊക്കെ എടുത്തിട്ട് റിട്ടേൺ പോകുമ്പോ നമുക്ക് ചുരത്തുമെന്നുള്ള നൈസായിട്ടുള്ള 1-2 വ്യൂ ഒക്കെ കണ്ടിട്ട് അങ്ങനെ പയ്യെ പോവാം. ആദ്യം നമ്മൾക്ക് ഞാൻ ഇത്ര പെട്ടെന്ന് ഇവിടെ 10 മണിയായിട്ടുള്ള ഞാൻ എത്ര കിലോമീറ്റർ ഉള്ള 40 കിലോമീറ്റർ കൂടി പോകും. റോസ് ആണോ സ്പാ? എന്തായാലും ഒരു സ്പാക്ക് അടിച്ചിട്ട് പോവാം. വയനാടൊക്കെ എത്തിയതല്ലേ അല്ലേ. കുറച്ചു നേരം അവിടെ കേട്ടെ, നമ്മളൊന്ന് റെസ്റ്റ് എടുക്കാം. നമ്മക്കല്ല മെയിനായിട്ട് റെസ്റ്റ് കൊണ്ട് വണ്ടിക്കാണ്. ഇവിടെ മേലേക്ക് എത്തിയപ്പോഴേക്ക് എന്താ പറയാ ഫുള്ളായിട്ട് ഒരു ചെറിയൊരു തണുപ്പൊക്കെ വന്ന് നല്ലൊരു വൈബ്. നമ്മളെ നാട്ടിലത്തായി വിളിച്ചാട്ടി ചൂടുണ്ടല്ലോ, അതുകൂടെ ഇല്ല. അതായത് റെസ്റ്റ് കഴിഞ്ഞു കേട്ടോ. റെസ്റ്റ് കഴിഞ്ഞു ഞാൻ വണ്ടി എടുക്കുകയാണ്. ഇപ്പോൾ സമയം 11 മണി ആവാറായി. ഇനി ഇവിടെ നിന്ന് നമുക്ക് ഗൂഗിൾ മാപ്പിൽ കാണിക്കണം 37 കിലോമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് പറഞ്ഞാൽ 110 കിലോമീറ്റർ അല്ലേ. അത് കൂടും കേട്ടോ, അത് കൂടാൻ സാധ്യത ഉണ്ട്. ഞാനും തന്നെ വയനാട് വന്നിട്ട് തേയിലത്തോട്ടം കണ്ടിട്ടില്ല ഇരിക്കുമ്പോൾ ഞാൻ കിടക്കുന്നു. തേയിലത്തോട്ടം ഉണ്ട് വരുന്നതായിരിക്കും, പക്ഷെ ഒറ്റയൊക്കെ ശരിക്കും അതിന്റെ ബ്യൂട്ടി ഇല്ല. എപ്പോഴും കൽപ്പറ്റ ബൈപ്പാസിലാണല്ലോ. അപ്പൊ നമ്മളെ ടൗൺഷിപ്പ് ഉണ്ട് ഇവിടെ. അപ്പൊ ഏതായാലും ഞാനിവിടെ ടൗൺഷിപ്പിൽ ഏതും കയറിയിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ഒന്ന് കയറി നോക്കാം. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്.
വണ്ടി നിർത്താനൊക്കെ സ്ഥലം ഉണ്ടാവോ? വണ്ടി നിർത്താനൊക്കെ സ്ഥലം ഉണ്ടാവും. ടൂറിസ്റ്റുകൾ ഉണ്ട്, നോ എൻട്രി, ഞങ്ങൾ ഇപ്പോൾ എൻട്രി അത് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഉണ്ടാ, ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് അതിലൊക്കെ നടന്നു പോയി കണ്ടിട്ട് ഇപ്പൊ വരാം. ഓ, ഇവിടെ ഫാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാനൊരു വീടിനകത്തേക്ക് വരാം, ടൗൺഷിപ്പിലാണ് ഉള്ളത്, ഞാൻ കാണിച്ചു തരാം. ഇത് കിച്ചൺ ഉണ്ട്. അപ്പോൾ ഇതിനകത്തേക്കാണ് ഇപ്പോൾ നമ്മൾ കയറിയത് കേട്ടോ. അതായത് മൊത്തം 410 വീടുകളാണല്ലോ. അതിൽ 178 പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ എന്തൊക്കെയോ ചില്ലറ മെയിൻ്റെനൻസ്, അതായത് ചില്ലറ സ്ലാബ് അങ്ങനെയുള്ള ചെറിയ ചെറിയ പണികളൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ മുമ്പ് വന്നൊരു ചിലപ്പോൾ ഇൻ്റർലോക്ക് പോയിച്ചൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിച്ചത് പോലുമല്ല. യാഥാർത്ഥ്യമായി എന്നുള്ളതാണ്. ഞാൻ വരണമെന്ന് കരുതും. പക്ഷേങ്കിൽ നമ്മൾ ഇന്നത്തെ ഒരു അവസരം നമുക്ക് കിട്ടിയതേ വല്ലാത്തൊരു കിട്ടലായി പോയി. ഉള്ളാട്ടോ അടിപൊളി നമ്മുടെ സർക്കാർ നമ്മൾ കൊടുത്ത പൈസകളെ മുതലോടെ ഉണ്ടാക്കിച്ചു. ഭയങ്കര വെയിലാണ്. വെയിൽ കാരണം ഇതിൽ നടക്കാൻ തന്നെ കഴിയണില്ല. കണ്ണൊക്കെ പൊള്ളിക്കുവാണ്. പിന്നെ എല്ലാ വീടും ഒരേപോലെ തന്നെയാണ്. നമുക്ക് ഒരു വീടിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഒരു വീടിനകത്തേക്കാണ് നമുക്ക് കയറാൻ വേണ്ടിയിട്ട് പറ്റുക. എല്ലാ വീടും ഒരുപോലെ. ഇപ്പോൾ അവിടുത്തെ കുറച്ച് വീടുകളുടെയൊക്കെ പണി റെഡി ആവാണ്ട്. ഇവിടെ ഈ സൈഡിലുള്ള എല്ലാ വീടുകളും ഏതാണ്ടൊക്കെ ഓക്കെയാണ്. ഇനി ഇവിടെ ലീഗിന്റെ ഉണ്ട്. ലീഗിന്റെ പിന്നെ താമസമൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടേക്കും വേണമെങ്കിൽ നമുക്ക് പോവാം. പക്ഷേങ്കിൽ ഇന്ന് എനിക്ക് പോകാൻ വേണ്ടി പറ്റില്ല. കാരണം ഞാനിത് സന്ദർശിക്കണം എന്ന് കരുതി വന്നതല്ലല്ലോ. ഞാൻ ട്രിപ്പ് പോകുന്നതല്ലേ. ഞാൻ ഓട്ടത്തിലാണ്, ഡ്യൂട്ടിയിലാണ്. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഇടയിൽ കൂടെ കിട്ടിയൊരു പോകുന്ന വഴിയിലായതുകൊണ്ട് ഇതൊന്ന് കയറി എന്നുള്ളതാണ്. മറ്റേത് പക്ഷെ പോകുന്ന വഴിയിലല്ല, കുറച്ച് ദൂരം പോകേണ്ട ഏതൊരു സ്ഥലം എന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചായിരുന്നു മക്കളെ, നമ്മളങ്ങനെ നമുക്ക് ലൊക്കേഷൻ കിട്ടിയിരുന്നത് എടുക്കായിരുന്നു. ഇതെന്താ മലങ്കര ഓർത്തഡോക്സ് ചർച്ച്. അപ്പോൾ ചർച്ചിൻ്റെ അടുത്തുണ്ട്. ചർച്ചിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇവിടെ ഇങ്ങനെ നിർത്തിയിരിക്കണ്. നമുക്കൊരു നമ്പർ തന്നെയായിരുന്നു. ഒരു എവിടെയാണ്? അപ്പോൾ ഈ പറഞ്ഞ പോലെ സാധനം വണ്ടി കയറ്റിയിട്ടുണ്ട്. ഈ കാണുന്ന ഒരു TV, ഈ TVനെ ഞാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് വണ്ടൂരിൽ നിന്നും വന്നത്. മനസ്സിലായില്ലേ? കുറച്ചൊന്ന് പുറത്തേക്ക് തള്ളിയിട്ടുണ്ട്. ഒരു അരടി, അരടിനേക്കാൾ കുറച്ച് മേലെ. പക്ഷെ അത് പ്രശ്നമല്ല, നമുക്ക് പയ്യെ അങ്ങനെ പോവാം. ഞാൻ അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇനി ഒന്ന് റിട്ടേൺ ആകട്ടെ. ഇവിടെ വരെ എത്ര കിലോമീറ്റർ ആയി നോക്കണമല്ലോ നമുക്ക്. അത് നോക്കട്ടെ. അതായത് ഇങ്ങോട്ടേക്ക് വന്നപ്പോഴേക്ക് 118 കിലോമീറ്റർ ആയി. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഈ ഗൂഗിൾ മാപ്പ് നോക്കി ഇങ്ങനെ പോന്നാലും നമ്മളതിൽ കാണുന്ന ദൂരത്തിനേക്കാൾ കുറച്ച് ഒരു ചില്ലറ കൂടും എന്നുള്ളത്. എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങി ഇനി പയ്യെ അങ്ങനെ പോവാം. അവിടെ ഒരു ബിരിയാണി പൊതി വെക്കുന്നുണ്ട്. ഞാൻ അവിടുന്ന് ഒരു ബിരിയാണി വാങ്ങട്ടെ. വളരെ പരിചയമുള്ള ഒരാളായിട്ട് സംസാരിക്കുന്നത് പോലെ ഇത്തനോട് സംസാരിച്ചേ. ഞാൻ വണ്ടിയെ ഒരു ഒഴിഞ്ഞ മരത്തിൻ്റെ ചോട്ടിൽ നിർത്തിയിട്ടുണ്ട്. ഇവിടെ എന്താ ഒരു മണ്ണൊക്കെ ഇട്ടിങ്ങനെ പൊന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ സ്ഥലം. അപ്പോൾ നല്ലൊരു മരം അതിൻ്റെ ചോട്ടിലിങ്ങനെ നിർത്തിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ തന്ന ബിരിയാണി ഒന്ന് കഴിച്ചു നോക്കാം. ക്വാണ്ടിറ്റി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബിരിയാണിയിൽ ഒരു പീസ്, 2 പീസാന്ന് തോന്നുന്നു. പക്ഷെങ്കിൽ ഒന്നിക്ക് ഉറപ്പാ, നമ്മുടെ നാട്ടിലെ ആ ഒരു, ഞങ്ങളുടെ നാട്ടിലെ കൊള്ളാം. നമ്മളെ മലപ്പുറം കോഴിക്കോട് ടേസ്റ്റ് ആവില്ല എന്തായാലും. നമ്മൾ ജില്ല വിട്ടേക്കണം. പ്രത്യേകിച്ച് ജില്ല മാറുന്നതനുസരിച്ച് നമ്മളെ നാടിൻ്റെ പ്രത്യേകതയാണല്ലോ. ജില്ല മാറുന്നതനുസരിച്ച് ടേസ്റ്റും ഭാഷയും ഒക്കെ മാറും.
അപ്പൊ അതേപോലത്തെ മാറ്റം മാത്രമേ ഉള്ളൂ. ഇപ്പൊ സമയം എന്ന് പറയുന്നത് 12:20. ഞാനുള്ളത് വീണ്ടും ബൈപ്പാസിലാണ് കൽപ്പറ്റ. ഇപ്പൊ ഭക്ഷണം കഴിച്ചൊക്കെ ഇറങ്ങി. ഇനി നമ്മൾ നേരെ താഴത്തേക്ക് ചുരം എത്തട്ടെ. ചുരം എത്തിയിട്ട് നമുക്ക് താഴത്തേക്ക് നോക്കുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ, അത് കാണാം. പിന്നെ ചുരം ഇറങ്ങി പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച കണ്ടൊക്കെ അങ്ങനെ ഇറങ്ങിയിട്ട് പോവാം. ഞാൻ വയനാടിന്റെ മണ്ണിൽ നിന്നും താഴത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. താങ്ക് യു, വിസിറ്റ് അഗെയിൻ. കണ്ടില്ലേ? അപ്പൊ ഞാൻ ആർച്ചിൻ്റെ അവിടെ എത്തി. ഇവിടുന്ന് നൈസായിട്ട് ഇറങ്ങാണ് കേട്ടോ. പിന്നെ കാലാവസ്ഥ പറയുകയാണെങ്കിൽ ഇപ്പം ഈ ഒരു നേരത്ത് നല്ല മൂടിക്കെട്ടലൊക്കെ വന്നിട്ടുണ്ട്. പൊതുവെ ചൂടാണെന്നാണ് ഇവിടുത്തെ ആളുകളും തന്നെ പറയുന്നത്. പക്ഷെ ഞാനിവിടെ വന്നപ്പോഴേക്ക് എനിക്ക് അവിടെ ആ ഒരു ടൗൺഷിപ്പിൽ ഇറങ്ങിയപ്പോൾ മാത്രമാണ് എനിക്ക് ആ ഒരു പ്രശ്നം തോന്നിയത്. അതിൽ ഇറങ്ങി നടന്നപ്പോൾ അല്ലാത്തപ്പോഴൊക്കെ എനിക്ക് വല്ല ഒരു ചൂട് അനുഭവപ്പെട്ടിട്ടില്ല. ഏതായാലും ഇനി നമുക്ക് താഴത്തേക്ക് നോക്കുമ്പോൾ ആ ഒരു വ്യൂ അതൊന്ന് ഇറങ്ങി കാണണം, അത് നിർബന്ധമാണ്. ഇവിടെ അധികം നിർത്താനൊന്നും പാടില്ല കേട്ടാ. ഓ മക്കളെ, എമ്മ വ്യൂ അല്ലേ, അതിമനോഹരമായിട്ടുള്ള കാഴ്ച. പിന്നെ ഇപ്പൊ ചെറിയ രീതിയിൽ ഫോഗ് കാണുന്നുണ്ട്. ഞാൻ താഴെഭാഗത്തേക്ക് അങ്ങോട്ട് നോക്കുമ്പോഴേക്ക് ചെറിയ രീതിയിൽ ഫോഗ് കാണുന്നുണ്ട്. അതിമനോഹരമായിട്ടുള്ള വ്യൂ ആണ്. അതിലെ കയറി വന്ന് നമ്മൾ രാവിലെ അങ്ങോട്ടേക്ക് പോയി. കുരങ്ങച്ചന്മാരുണ്ട് വണ്ടിയിൽ, ലോഡ് കിടക്കണം ഇവിടെ. ആഹാ, എന്താ സുന്ദരമായൊരു കാഴ്ചയൊക്കെ കാണാതെ കജ്ജി നിർത്ത് പോകും ചിലപ്പോ. ഓർന്ന് ചിലപ്പോ ക്യാമറ ഒക്കെ കജ്ജി നിർത്ത് പറിച്ചുകൊണ്ട് പോകും. പിന്നെ അതുകൊണ്ട് കുടുങ്ങും നമ്മൾ ക്യാമറ കിട്ടാൻ വേണ്ടിയിട്ട്. ഏതായാലും കൊള്ളാം. ഓ, ഒരു കുട്ടിത്തേവാങ്ക് തോന്നും. KSRTC വളയണണ്ടാ, എത്രങ്ങാനും വൈഡായിട്ട് പോയിട്ട് എടുക്കണല്ലേ. ആഹാ, ഞാനൊക്കെ ഇതിന്റെ കുറ്റിക്കന്നെ തിരിച്ചാണ്. നമുക്ക് അങ്ങനെ തിരിച്ചാൽ മതി. പക്ഷെ മൂപ്പർക്ക് പോണെങ്കിലേ അങ്ങനെ തിരിക്കണം, അല്ലെങ്കിൽ പോക്കടക്കൂല. എന്താ ഭംഗി. കുറെ ആയില്ലേ നമ്മൾ തന്നെ യാത്രയൊക്കെ പോയിട്ട്. അപ്പോഴേക്ക് എനിക്കിതൊക്കെ കാണുമ്പോണ്ടല്ലോ വല്ലാത്തൊരു ഫീലാണ്. എന്താ അടിപൊളി. ഗ്ലാസ് ഒന്ന് കഴുകാണ്ടില്ലേ വണ്ടിന്റെ. ചെവി ചെവി അടയുന്നുണ്ട്. ഇപ്പൊ തുറന്നു. ഇപ്പൊ ഞാൻ തുറപ്പിച്ച് അത് തുറന്ന് അങ്ങനെ പോകണല്ലോ. അതാണെങ്കിൽ നമുക്കത് പിന്നേക്ക് ചിലപ്പോ വേദനയായിട്ട് മാറും. ഓവർടേക്കിംഗ് ഗ്യാപ്പൊക്കെ തീർന്നടേ. ഇനി ഞാനില്ല, ഇനി പോയാൽ ശരിയാകില്ല. പോകണ്ടവർക്ക് പോവാം. ആഹാ, സ്കൈ കാണാനും മേലേക്കുള്ള ആകാശം കച്ചേ മലനിര കാണാനും ഒക്കെ നല്ല ഭംഗിയുണ്ടല്ലേ. ഇവിടെ ഒന്ന് ഒരു ബാരിക്കേഡ് ഇത് പോരാ. സിറ്റി അടിവാരം എത്തിയിട്ട് ഞാന് അടിവാരം എത്തി മക്കളെ. അങ്ങനെ ഞാനത് കയറി താമരശ്ശേരി ചുരം കയറി ഇറങ്ങി ഇപ്പൊ അടിവാരത്തുണ്ട്. ഇനി നമ്മൾക്ക് ഇപ്പൊ സമയം എന്ന് പറയുന്നത് 3:50 ആവാനായിട്ടുണ്ട്. തിരൂരെത്താം. തിരൂർക്ക് ഇനി ഇവിടുന്ന് ഗൂഗിൾ മാപ്പിൽ കാണിക്കണ ദൂരം പറഞ്ഞു തരികയാണെങ്കിൽ 81 കിലോമീറ്റർ. ചെങ്ങൈവാര ആ ഒരു ഭാഗം നോക്കി നിങ്ങള് കാർമേഘം കൊണ്ട് അങ്ങോട്ട് നിറഞ്ഞിക്കണം. അതുപോലെ തന്നെ ആ മലനിരയൊക്കെ കാണാൻ എന്താ ഭംഗിയില്ലേ. അയ്യോ, മഴ പെയ്ത് കഴിഞ്ഞാലേ എനിക്ക് പണിയാണ് കേട്ടാ. വേറൊന്നല്ല, നമ്മളുടെ ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ, ഇതിന്റെ ബോക്സ് നനയാൻ വേണ്ടി പാടില്ലല്ലോ. TV അല്ലേ ഉള്ളില്. ചെങ്ങന്മാരെ, 2ാമത്തെ പെട്രോൾ പമ്പില് ഇവിടെ നമുക്ക് ഫുൾ ടാങ്ക് അടിക്കാം. 469 രൂപയ്ക്ക് നമ്മൾ അടിച്ചു. ടാങ്ക് ഫുള്ളായിട്ടൊന്നുമില്ല. പക്ഷെ അപ്പേക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇത് എല്ലാവർക്കും കഴിയില്ല ഓട്ടോയിൽ ഫുള്ളാക്കാൻ വേണ്ടിയിട്ട്. പുറത്തേക്ക് പോയിട്ടുണ്ട്. അതിന്റെ പാടുണ്ടാകും അവിടെ, ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഞാൻ വെറുതെ പറയുന്നതല്ല, അതിന്റെ പാട് അവിടെ ഉണ്ടാവും. ഇപ്പൊ സമയം എന്ന് പറയുന്നത് 4:35 ആയിട്ടുണ്ട്. മുക്കത്തെ പെട്രോൾ പമ്പ് എന്നാട്ടോ നമ്മൾ അടിച്ചത്. മുക്കത്താണ് അടിച്ചത്. നമ്മൾ ഇപ്പൊ വെച്ച് പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി നമ്മൾക്ക് തിരൂരിലേക്ക് 57 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. അവസാനം നമുക്കൊരു ചായക്കട കിട്ടിയിട്ടുണ്ടേ. അപ്പൊ ഞാൻ അവിടെ ഇറങ്ങിയിട്ടൊന്ന് മുഖമൊക്കെ കഴുകി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വരാം. മുഖമൊക്കെ ഒന്ന് കഴുകിയപ്പോ കട്ടച്ചളി. എന്താ ചെയ്യ, വെള്ളം കുടിക്കാനുള്ള മാത്രമുള്ള എല്ലാം മറക്കും. ചൊറുക്കാട്ടെ, അല്ലെങ്കിൽ ശരിയായില്ല. ആൾക്കാർ എത്താപ്പന്റെ കോലം. ഒരു എക്സിക്യൂട്ടീവ് ലുക്ക് ആയില്ല. ഞാൻ തന്നെ അല്ലേ. ഇപ്പൊ സമയം 5:45 കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്നത് കൊണ്ടോട്ടിയിലേക്കാണ്. കൊണ്ടോട്ടി എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്തതായിട്ട് മേപ്പോക്കിയാണ് പോണത്. അടുത്തായിട്ട് എടുക്കാൻ നോക്കട്ടെ.
കൊണ്ടോട്ടിയുടെ മണ്ണിലേക്ക് എത്തിയിട്ടാ. ഇവിടെ നമ്മള് റൂട്ട് വലിച്ചു പോയി കഴിഞ്ഞാൽ മലപ്പുറം വഴി പോകണം, ചേർത്ത് പോയി കഴിഞ്ഞാൽ. അപ്പൊ ഞാൻ ഇതിലേ പോണത്. ഇതിലെ പോയി കഴിഞ്ഞാൽ പരപ്പനങ്ങാടി വഴി. അപ്പൊ പരപ്പനങ്ങാടി വഴി പിടിക്കാന്നാണ് കരുതുന്നത്. ഇപ്പൊ കൊണ്ടോട്ടി നഗരത്തിലൂടെ എയർപോർട്ട് ഭാഗത്തേക്കൊക്കെ എത്തുന്നുള്ളൂ. എയർപോർട്ടേക്ക് അങ്ങോട്ടേക്കാണ്. അപ്പൊ ആ ഒരു ഭാഗത്തേക്ക് പൊക്കോണ്ടിരിക്കുവാണ്. അവിടെ നമ്മൾ പരപ്പനങ്ങാടി റോഡ് ഹൈവേയിലൊക്കെ കയറിയിട്ടൊക്കെ തിരിഞ്ഞ് മറിഞ്ഞ് പോരാ. ഇതിലാണോ പോവാ? ഓക്കെ, നമ്മളെന്താ തിരിഞ്ഞു വേണേ. ഇതിലല്ലാതെ വേറെ വഴി ഉണ്ടാവില്ലേ കയറല്ലേ? അവിടെ കയറാം. നമ്മളെന്തായാലും അപ്പൊ എയർപോർട്ട് കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് റോട്ടിൽ കയറിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പരപ്പനങ്ങാടി റോട്ടിൽ പോയി ചാടണം. അതായത് എയർപോർട്ടിന്റെ അവിടേക്കാണ്ട് എത്തണ്ട, അതിന് മുമ്പായിട്ട് റൈറ്റ് റോഡുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് ഈ റോഡ് എങ്ങോട്ടേക്കാ പോകുന്നത്. ആ റോട്ടിനാണ് നമുക്ക് പോകാറ്. വണ്ടികളൊക്കെ ഉണ്ട്, ആകെ സ്റ്റെക്കായി നിൽക്കുവാണ്. വേഗം പോകാം. പോട്ടെ, എല്ലാവരും പോട്ടെ. അപ്പൊ ഈ ഒരു ഭാഗത്തൊക്കെ നമ്മളുടെ ഹൈവേ പൂർണ്ണമായിട്ട് പണി കഴിഞ്ഞ് നിൽക്കുവാണ്. ഓ കൊള്ളാം അല്ലേ? പതുക്കെ പോയിട്ട് കയറില്ല, വേറെ നോക്കണം. നമ്മൾ സർവീസ് റോഡാട്ടോ പോണേ. സർവീസ് റോഡ് പോയാൽ മതി, നമ്മൾക്ക് അത് മതിയല്ല. ഞാൻ അങ്ങനെ പരപ്പനങ്ങാടി എത്തി. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് പരപ്പനങ്ങാടിയിലേക്ക് എത്തുന്നത് കേട്ടോ. ഇതാണ് പരപ്പനങ്ങാടി. കണ്ടില്ലേ ബോർഡൊക്കെ തിരിച്ചിട്ട് പരപ്പനങ്ങാടി. പരപ്പനങ്ങാടി ഗ്ലാസ്സും തിളക്കണം ചങ്ങന്മാരെ. പൊടി കയറിയിട്ട് ആകെ വൃത്തികേടായിട്ടുണ്ട് ഗ്ലാസ്, മെയിൻ ഗ്ലാസ്സേ. എന്തൊക്കെ ആയാലും കടൽക്കാറ്റിന്റെ സുഗന്ധവും ആസ്വദിച്ചാണ് ഞാൻ ഇതുവഴി യാത്ര ചെയ്യുന്നത് കേട്ടോ. ഇനി 16 കിലോമീറ്ററും കൂടി അത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഡെസ്റ്റിനേഷനിലേക്ക്, സെക്കൻഡ് ഡെസ്റ്റിനേഷൻ എത്തുന്നതാണ്. അങ്ങനെ അത് സംഭവിച്ചു. ഞാൻ എൻ്റെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷനായിട്ടുള്ള ഇവിടുത്തെ എന്താ പറയുക, മാങ്ങാട്ടിരി, തിരൂർ മാങ്ങാട്ടിരിയിലേക്ക് എത്തിയിട്ടുണ്ട്. മാങ്ങാട്ടിരിയാണല്ലേ? അതെ, മാങ്ങാട്ടിരി. ഇവിടേക്ക് എത്തിയിട്ട് നമ്മൾ ഈ സാധനം കൊണ്ട് എവിടെ നിന്ന് വിരലൊടുങ്ങിയിരിക്കണോ എൻ്റെ മക്കളെ. ചന്തിയൊക്കെ ചൂടായി. ഇവിടേക്കാണ് നമ്മൾ വന്നത്. കണ്ട മേലെ കേരളേക്കാണ് നമ്മൾ വന്നത്. ഇവിടുത്തെ നമ്മളെ പ്രവീണേട്ടനെ വിളിച്ചോട്ടെ. പ്രവീണനെ നമുക്കറിയില്ലേ, നമ്മൾ ഇതിന്റെ മുമ്പ് ഇട്ടം വീഡിയോയിലൊക്കെ വന്നതാണ്. പ്രവീണൻ കാക്കേരാൻ വേണ്ടി അദ്ദേഹത്തിന് വിളിച്ചോട്ടെ. ഏതാണ്ടൊക്കെ പൂർണ്ണമായി കൊണ്ടിരിക്കുവാണ് അല്ലേ? അടിപൊളി. എന്താ പറയുക, ഇതിനകത്ത് കയറിയപ്പോൾ എന്താ ഒരു കൂളിങ് അറിയാം. കടൽക്കാറ്റും കൊണ്ട് വന്നിട്ടേ. ഇനാഗ്രേഷൻ നെക്സ്റ്റ് വീക്കിൽ എന്തായാലും ഉണ്ടാവും. എന്തായാലും 10-ാം തീയതി 15-ാം തീയതി ഉള്ളില് നമ്മള് വർക്ക് ഇത്തിരി ലേറ്റ് ആയി അല്ലേ? 12.5 മണിക്കൂറായിട്ട് ഞാൻ ഈ ഒരു ട്രിപ്പിലാണ്. ഇപ്പം ഞാൻ മൊത്തം 262 കിലോമീറ്റർ ഓടി. ഇവിടേക്ക് 144 കിലോമീറ്റർ ഓടി. അതായത് ബത്തേരിന്ന്, സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 144 പോകുന്നു. ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ 130 ചില്ലാനം കിലോമീറ്റർ ആയിരുന്നു. അതാ പറയണത്. ഇനിയിപ്പോൾ ഇവിടുന്ന് വണ്ടൂരിലേക്ക് 63 കിലോമീറ്റർ. 63 തന്നെയല്ലേ, 66 കിലോമീറ്റർ. ചെങ്ങന്മാരെ എനിക്ക് തന്നെ ഒന്നും കാണില്ല. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കാണൂല, കാരണം വൈപ്പർ ഇടാൻ മാത്രം പെയ്തിട്ടില്ല. എന്നാ പെയ്യുന്നുണ്ട്. പുതിയ വൈപ്പറൊക്കെ, ബ്ലേഡൊക്കെ പുതിയതാ. എന്തൊക്കെ ആയാലും പണി പാളാൻ സാധ്യത ഉണ്ട്. മഴയാണ് പെയ്യണത്. ന്യൂസിൽ വരെ ഈ വേനൽ മഴ കനക്കാൻ സാധ്യത ഉണ്ട്. ഓറഞ്ച് അലർട്ടൊക്കെ പ്രഖ്യാപിക്കുന്നുണ്ട് ഓരോരുത്തൊക്കെ. ഉച്ചയ്ക്ക് വിളിച്ചപ്പോ ചിന്നു പറഞ്ഞത് നാട്ടിൽ മഴയാണ്, അവിടെ പെയ്ത് തോർന്നു. ഇവിടെ പക്ഷെ ഇപ്പോഴാണ് പെയ്യുന്നത്. ഇത് റോഡാണോ എന്ന് മനസ്സിലാവുള്ള ഇടിയാണോ വിട്ടിട്ട് മോനെ അപ്പ പോട്ടും ഇടിവാള്. അയ്യോ, കുറച്ച് ഡേഞ്ചറായടേ, കുറച്ച് ഡേഞ്ചറായി. സ്പീഡൊക്കെ 20ആയി. ചുരുങ്ങി കണ്ടോ? അയ്യോ, ക്യാമറ കൈ പിടിച്ചേക്കാം, എന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാണാൻ വേണ്ടിട്ട് പറ്റുള്ളൂ. അയ്യോ, രാത്രിയും കൂടി കുണ്ടും കുഴിയും അമ്പും ഒന്നും കാണൂല, പരമരിടും. ആകെ എനിക്ക് കാണണതേ ഇതിനകത്തല്ല. ക്യാമറ ഓണാക്കി ഓടിച്ചാൽ മതിയല്ലോ. ക്യാമറയിൽ നല്ല ക്ലിയർ ഉണ്ടല്ലോ റോഡൊക്കെ. എനിക്കാകെ കാണുന്ന എത്ര അറിയാം, ഞങ്ങൾക്ക് ഒരു 10-20 അടി. അത് ഞാൻ ബ്രൈറ്റ് ഇട്ടിട്ട് പിന്നാകട്ടെ. വണ്ടി എന്താവും, ഫുള്ള് വെള്ളാട്ടാ, ഫുള്ള് വെള്ളാണ്. അയ്യോ അയ്യോ, വൈപ്പറൊക്കെ ഇട്ടിക്കണ്. വൈപ്പറൊക്കെ വെറുതെയാണ്. അയ്യോ, ഇടിവാളൊന്നുമില്ല. മോനെ നല്ലൊരു പൊട്ടാണോ പൊട്ടി. അടുത്ത കാലത്ത് വെച്ച് ഇങ്ങനത്തെ പൊട്ടല്ല.
ഇത് കനക്കും. റോട്ടിൽ കൂടെയാണ് ഈ വെള്ളട്ടാ. ഇത് റോഡല്ലപ്പോ, പുഴയാണ് പുഴ. അമ്മോ, കംപ്ലീറ്റ് വെള്ള. ഇതാ പോണ് ഒക്കെ വെള്ളമാണ് വരി വിളിച്ച് പോണത്. കടന്റെ ഫ്രണ്ട് കൂടെ ഒക്കെ വരുന്നു. ഞാനാണെങ്കിൽ ആകെ നനയണമുണ്ട്. ഒരു സൈഡ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, ഗ്ലാസ് ഇട്ടിട്ടില്ല. ഗ്ലാസ് ഫുള്ള് മൂടും. ഫ്രണ്ടിക്ക് തന്നെ നോക്കട്ടെ. ബൈക്ക്, ഓട്ടോറിക്ഷ, ട്രാക്ടർ മനുഷ്യന്മാർക്കും നടക്കാൻ വേണ്ടി പറ്റില്ല. ഞാൻ സൈഡാക്കിയതാ, അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിട്ട്. പിന്നെ മാപ്പ് മാറ്റണം. മാപ്പ് എനിക്ക് അതിൽ എൻട്രി കാണിക്കണം. അതിൽ എൻട്രി ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ. മാപ്പ് ബൈക്ക് ആക്കട്ടെ, ഓട്ടോറിക്ഷക്കില്ലല്ലോ. മഴ പെയ്യുമ്പോൾ നാഷണൽ ഹൈവേ എങ്ങനെയാണ് എന്നുള്ള ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇടി വെട്ടുമാവോ? ഓന്റെ മക്കളെ, നല്ല മഴ. ഞാൻ ഈ ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തി വന്നതാണ്. അങ്ങ് വണ്ടിയൊക്കെ തന്നെ പോട്ടെ. പെയ്ത മഴ അത് എല്ലായിടത്തേക്കും പെയ്തിട്ടുണ്ട്. കാരണം ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറമാണ്. മലപ്പുറമൊക്കെ നനഞ്ഞ് കിടക്കണ റോഡ്. ഇവിടെയൊക്കെ എത്തിയപ്പോഴാണ് നമ്മൾ വൈപ്പർ പൂർണ്ണമായിട്ടൊന്ന് ഓഫാക്കിയത്. ഏതായാലും നല്ല അടിപൊളി മഴയായിരുന്നു. ഇനി മഞ്ചേരി നേരെ വണ്ടൂര്. അയ്യോ, ശീലിച്ച എങ്ങനെമാരാ. ഞാൻ 10-13 കിലോമീറ്റർ ആയില്ലേ. ഓട്ടോറിക്ഷയാണതേ. മഞ്ചേരിക്ക് എത്തിക്കണ്ട. ഓ മക്കളെ, 9:50 9:40 നമ്മള് മലപ്പുറം എത്തിയത്. ഇപ്പൊ 10 മണി കറക്റ്റായി. അങ്ങനെ അവസാനം നമ്മളുടെ സ്വന്തം നാടായിട്ടുള്ള വണ്ടൂർ ടൗണിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ സമയം 10:34. 10:34 വണ്ടൂരൊന്നും കറണ്ടും ഇല്ലേ. ഇവിടെ ഇതാണല്ലോ. വാവ്, വണ്ടൂര് മഴ പെയ്തിട്ടുണ്ട് കേട്ടോ. വണ്ടൂര് മഴ പെയ്തിട്ടുള്ള കാര്യം എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. ചെങ്ങന്മാരെ കറണ്ട് ഇല്ല. വീട്ടിലെത്തിക്കണം. എന്താ ലൈറ്റ് അവിടെ സിറ്റ് ഔട്ടിലെ ലൈറ്റ് കാണുന്നില്ലേ? അത് മിന്നിങ് പോലെ കറണ്ട് ഇല്ല. അതായത് നമ്മൾ ഇപ്പോൾ വീട്ടിലെത്തിയിട്ട് 10:45. നമ്മൾ ടോട്ടലി നമ്മൾ കറങ്ങിയ കിലോമീറ്റർ എന്ന് പറയുന്നത് 328 കിലോമീറ്ററാണ്. ഈ 328 കിലോമീറ്റർ ഞാൻ ഇന്നത്തെ ഒരു ദിവസം, ഇപ്പോൾ സമയം 10:45 പറഞ്ഞില്ലേ, 7:15, 8:15, 9:15, മൊത്തം 15 കിലോമീറ്റർ 15 മണിക്കൂർ നമ്മൾ റൺ ചെയ്തു, വണ്ടി ഓടിച്ചു. 15 മണിക്കൂർ നമ്മൾ എന്തിനൊക്കെയാണ് നിർത്തിയത്? നമ്മൾ ഒന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തി, ചുരം കയറി കഴിഞ്ഞിട്ട് ആദ്യം ചായ കുടിക്കാൻ വേണ്ടി നിർത്തി. അതുകൊണ്ട് ചുരം കയറി കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റ് കൊടുത്തു. ടൗൺഷിപ്പ് ഒന്ന് പോയി കണ്ടു. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ടി വി എടുത്തു. പിന്നെ നമ്മൾ ഇങ്ങനെ റിട്ടേൺ പോരുന്ന വഴിയിൽ ചായയും വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിർത്തിയിട്ടുള്ളൂ. അല്ല വലിയ നിർത്തിൽ നമ്മൾ നിർത്തിയിട്ടില്ല. ഒരു അരമണിക്കൂർ വണ്ടിക്കൊരു ഗ്യാപ്പ് കൊടുക്കാമെന്ന് എഴുതിയിട്ടാണ് അങ്ങനെയൊക്കെ ഭക്ഷണത്തിന് കണക്കാക്കിയിട്ട് നിർത്തുന്നത്. എന്തൊക്കെയായാലും ആ ഒരു നൃത്തം മാത്രം നിർത്തി, ബാക്കി ഫുള്ള് റണ്ണിങ് തന്നെ ആയിരുന്നു. സത്യം പറഞ്ഞാൽ തലക്കൊക്കെ ഒരു കാരണം. ഓട്ടോറിക്ഷയാണ് ഇത്. നമ്മൾ കാറിൽ ബൈക്കിലും പോകുന്ന പോലെയല്ല, ഓട്ടോറിക്ഷയാണ്. നമ്മുടെ ശരീരം ഫുള്ളായിട്ട് കുലുങ്ങിയാണ് നമ്മൾ പോവുക. അപ്പോൾ അതിൻ്റേതായുള്ള ബുദ്ധിമുട്ട് നമുക്കുണ്ടാവും. ഇന്നൊക്കെ കിടന്നാൽ മതി, അങ്ങോട്ട് ഉറങ്ങിക്കോളും. ഏതായാലും കുളി കഴിഞ്ഞാൽ പിന്നെ കിടത്താൻ, ഭക്ഷണം കഴിക്കാൻ കിടക്കുക എന്നുള്ള അതിനുള്ള പരിപാടി കേട്ടോ. അവിടെ മഴ ആയതുകൊണ്ട് നല്ല സുഖമാവുന്നു കിടക്കാം. അപ്പോൾ 328 കിലോമീറ്ററാണ് നമുക്ക് ഇവിടെ നിന്ന് വണ്ടൂരങ്ങാടിയിൽ നിന്ന് വണ്ടി എടുത്ത് ബത്തേരി പോയി, അവിടെ തിരൂർ പോയി, തിരൂരിൽ നിന്ന് നമ്മൾ നേരെ വണ്ടൂരങ്ങാടിക്ക് വന്ന കിലോമീറ്ററാണ് 328 എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ട്രിപ്പ് ആവുമ്പോൾ ഇത് ബത്തേരി എന്ന് പറയുന്നത്, ഇതിപ്പോൾ എന്താ ചെയ്തിട്ട് അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. ഇതിപ്പോൾ ഇങ്ങനൊരു എന്താ പറയുക, ഒരു 3 സ്ഥലം വെച്ചോളി. 3 ദിശയിലാണ് ഈ സ്ഥലം ഉള്ളത്. ബത്തേരി ഒരു സൈഡിൽ, തിരൂർ ഒരു സൈഡിൽ, വണ്ടൂർ ഒരു സൈഡിൽ. അപ്പോൾ ഇങ്ങനെ ഒരു ത്രികോണം പോലെയാണ് നമ്മളിപ്പോൾ ഒന്ന് പോയത്. അപ്പോൾ ഇങ്ങനത്തെ ട്രിപ്പുകൾ നമുക്ക് കിട്ടുമ്പോഴേക്ക് ഞങ്ങൾ എങ്ങനെയാണ് കൂട്ടൽ വെച്ചാൽ, നമ്മൾ എവിടെ നിന്നാണ് വണ്ടി എടുത്തത് അവിടെ നിന്ന് കിലോമീറ്റർ നോക്കിയിട്ട് മൊത്തം കറങ്ങി വന്നിട്ട് ആ മൊത്തം കിലോമീറ്ററിനെ നമ്മൾ 15 കൊണ്ട് ഗുണിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ പകുതി. അപ്പോൾ 328 വന്നു, അതിന് നമ്മൾ 15 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എത്ര വരും എന്നുള്ളതാണ് നമ്മുടെ ഇതിൻ്റെ വാടക. ഇല്ല, ഞാൻ അതിൻ്റെ പകുതി എടുത്തിട്ട്, പകുതി കിലോമീറ്റർ എടുത്തിട്ട് 30 വെച്ച് കൂട്ടുക. അങ്ങനെ രണ്ടും സെയിം തന്നെ. അപ്പോൾ അതാണ് ഇതിൻ്റെ വാടകൻ്റെ ഒരു കണക്ക് വരിക എന്നുള്ളത്. അപ്പോൾ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞത്. ഞാൻ ഇവിടെ പശ്ചിമഘട്ടത്തിൻ്റെ തായ്വരയിൽ നിന്നും അങ്ങ് പോയിട്ട് ഡെക്കാൻ പീഠഭൂമിയിലെത്തി. അവിടുത്തെ കാലാവസ്ഥ ആസ്വദിച്ചു. അത് കഴിഞ്ഞിട്ട് തീരദേശത്ത് കൂടെ സഞ്ചരിച്ചു. അവിടുത്തെ കാലാവസ്ഥ, അവിടുത്തെ ഒരു കടൽക്കാറ്റിൻ്റെ ഗന്ധമൊക്കെ ആസ്വദിച്ച് അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ മലപ്പുറം ജില്ലയുടെ നടുഭാഗത്ത് കൂടെയാണ് ഞാനിപ്പം വണ്ടൂരിലേക്ക് വന്നത്. വാവ്, അത് ഒരു 15 മണിക്കൂർ കൊണ്ടാണ് സംഭവിച്ചത്. അതിനൊരു ഭാഗ്യമുണ്ടായി. എന്നാൽ പിന്നെ ഓക്കെ, ഗുഡ് നൈറ്റ്.